എന്താ ശിവാനി, പുതിയ അപ്ഡേറ്റ്സ്? ഒന്നിന്റെ കൂടെ തള്ളെന്ന് പറയുന്ന പോലെ നിധിയുടെ പേരിൽ അമ്മ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഗുഡ്. ഇത്തരം നീക്കങ്ങൾ ഒരിക്കലും നിധി പ്രതീക്ഷിക്കില്ല. ഞാൻ ലോയേഴ്സുമായിട്ട് സംസാരിച്ചിരുന്നു. അവൾക്ക് ജാമ്യം പോലും കിട്ടില്ല. കിട്ടാൻ സാധ്യതയുള്ള വഴികളൊക്കെ ഞാൻ അടയ്ക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ നടന്നാൽ അവൾ 7 വർഷം ജയിലിൽ കിടക്കും. പക്ഷേ അങ്ങനെയുള്ള ഒരു ടെൻഷനും അവൾക്കില്ല ആന്റി. ഞാനും അമ്മയും ഇന്ന് ജയിലിൽ പോയി അവളെ കണ്ടിരുന്നു. എന്തും അഹങ്കാരത്തോടു കൂടി അവൾ ഇപ്പോഴും സംസാരിക്കുന്നതെന്നറിയോ? ഗൗതം എങ്ങനെയും അവളെ രക്ഷിച്ചെടുക്കുമെന്നാ അവൾ പറയുന്നത്. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല ശിവാനി. പറഞ്ഞില്ലേ, വഴികള് സർവ്വതും ഞാൻ അടച്ചു. എന്റെ ഗൗതമിനെ രക്ഷിച്ചെടുക്കാനുള്ള ബലിമൃഗമായിട്ടാ ഞാൻ അവളെ കാണുന്നത്. ബലിക്കല്ലിൽ തലവെച്ച് കഴിഞ്ഞ മൃഗത്തിന്റെ നിലവിളികളാണ് അവളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവം. അത് നീ കാര്യമാക്കണ്ട ശിവാനി. ഗൗതമനെ അങ്ങനെ എഴുതി തള്ളണ്ട ആന്റി. പോലീസ് ഓഫീസേഴ്സിനെയും വക്കീലന്മാരെയും കണ്ട് പല വിധത്തിലുള്ള നീക്കങ്ങൾ ഗൗതം നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മള് ഫേക്കായിട്ടൊരു മൊഴി ഉണ്ടാക്കി കൊടുത്തില്ലേ, അതെങ്ങാനും ഗൗതം തെളിയിച്ച ഇപ്പൊ നമുക്കൊപ്പം നിൽക്കുന്ന പ്രണവ് പോലും മറുകണ്ഠം ചാടും ആന്റി. അത്തരം ടെൻഷനൊന്നും നിനക്ക് വേണ്ട. കോടതി അവളെ ശിക്ഷിച്ച് ജയിലിൽ അയക്കുന്നതിന് മുൻപേ അവൾക്കുള്ള ശിക്ഷാവിധി ഞാൻ നടപ്പിലാക്കും. ആന്റിയുടെ വകയായ ഒരു ശിക്ഷയോ? അതെങ്ങനെ? നീ പറഞ്ഞില്ലേ, നിധിയെ എങ്ങനെയും ഇറക്കാൻ വേണ്ടി ഗൗതം അലഞ്ഞു നടക്കുകയാണെന്ന്. അവൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാനും. ഇനി ആരെ പോയി കണ്ട് കാല് പിടിച്ചാലും അവരെല്ലാം ഗൗതമിന്റെ മുന്നില് കൈമലർത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ കാറ്റ് എനിക്ക് അനുകൂലമാണ്. ഇവിടെ ഞാൻ എന്റെ തുറുപ്പ് ചീട്ടിറക്കി കളിക്കാൻ പോവാ. ഏത് നിധിയുടെ കൈ പിടിച്ചാണോ അവൻ ഈ ഈശ്വരമംഗലം ഉപേക്ഷിച്ചു പോയത്, അവളുടെ കൈ വിട്ടിട്ട് ഗൗതം തിരിച്ചു വരും. നിധിക്ക് വേണ്ടി ഈ വീട് ഉപേക്ഷിച്ചവൻ അവളെ ഉപേക്ഷിച്ചിട്ട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. നിധിയുടെ ശല്യം ഒഴിഞ്ഞതിന്റെ പേരിൽ നീ സന്തോഷിക്കുമ്പോ എന്റെ മോനെ തിരിച്ചു പിടിക്കുന്നതിന്റെ പേരില് എനിക്കും സന്തോഷിക്കണം ശിവാനി. അവനെ, എന്റെ ഗൗതമിനെ എനിക്ക് വേണം. എന്നാ മാത്രമേ എന്റെ മനസ്സൊന്ന് ശാന്തമാവൂ. നിധിയെ വിട്ടിട്ട് ഗൗതം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആന്റി. ഒരുമിച്ച് ചാവാൻ നടക്കുന്നവരവര്. വരും, അവൻ വന്നിരിക്കും. അത് ഞാൻ നിന്നെ കാണിച്ചു തരാം ശിവാനി.